ചെങ്ങന്നൂർ ABP പ്രവർത്തകൻ വിശാൽ വധക്കേസിൽ 1-ാം പ്രതി നാസിം, 2-ാം പ്രതി ആഷിഖ്, 3-ാം പ്രതി ഷഫീഖ്, അൻസാർ ഫൈസൽ 4-ാം പ്രതി, 5-ാം പ്രതി ഷഫീഖ്, 6-ാം പ്രതി ആസിഫ് മുഹമ്മദ്, 7-ാം പ്രതി നസീം, 8-ാം പ്രതി സനൂജ്, 9-ാം പ്രതി അൽതാജ്, 10-ാം പ്രതി ഷമീർ റാവുത്തർ, സഫീർ, അഫ്സൽ, അബ്ദുൽ വഹാബ് അടക്കം എല്ലാ പ്രതികളെയും വെറുതെ വിട്ടുവെന്നൊരു വാർത്ത ഇപ്പോൾ വരികയാണ്. അല്പസമയം മുമ്പാണ് ഈ കേസ് പരിഗണിച്ചതും ഏറ്റവും നിർണായകമായ എല്ലാ പ്രതികളെയും വെറുതെ വിട്ടു എന്നുള്ള ശിക്ഷാവിധി പ്രഖ്യാപനം ഉണ്ടായത്. മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടു എന്നാണ് ഇപ്പോൾ പറയുന്നത്. അശ്വിൻ പാലാഴി ആ വാർത്തയുടെ വിവരങ്ങളും വെച്ചിരുന്നു. അശ്വിൻ, ദീർഘനാളത്തെ വിചാരണ ആയിരുന്നു. പ്രതികളെ വെറുതെ വിടാനിടയായ സാഹചര്യം എന്താണ്? ഹാഷ്മി, 12-13 വർഷക്കാലം നീണ്ടുനിന്ന വിചാരണയ്ക്കൊടുവിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട വിധി പ്രസ്താവം അല്പസമയം മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയിൽ നിന്ന് വന്നത്. 12 പേരാണ് ഈ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തത് എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷൻ ഒപ്പം കോടതിയടക്കം കണ്ടെത്തിയത്. അതിൽ ആകെ ഉണ്ടായിരുന്ന പ്രതികൾ 20 ഒരാൾ പ്രായപൂർത്തിയാകാത്ത ആളാണ്. ഇന്ന് 19 പേരുടെ വിധി പ്രസ്താവമാണ് കോടതിയിൽ നിന്ന് നടന്നത്. അതിൽ ഏറ്റവും നിർണായകമായ വിധിയാണ് 19 പ്രതികളെയും വെറുതെ വിട്ടിരിക്കുന്നത്. ഈ കേസിലെ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടുകൊണ്ടാണ് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയുടെ വിധി വന്നിരിക്കുന്നത്. ആദ്യ 12, അതായത് 1 മുതൽ 12 വരെയുള്ള പ്രതികളായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രതികരണം. ABP ചെങ്ങന്നൂർ നഗർ സമിതി പ്രസിഡന്റായിരുന്ന വിശാലിനെ കൊലപ്പെടുത്തിയ കേസിലാണ് വിധി വന്നിരിക്കുന്നത്. വളരെ നിരാശകരമായ ഒരു വിധി എന്നാണ് പ്രോസിക്യൂഷന് മാവേലിക്കര അഡീഷണൽ സെഷൻസ് ജഡ്ജി പൂജ PP ആണ് വിധി പറഞ്ഞത്. 19 പ്രതികളെയും വെറുതെ വിട്ടാണ് ഉത്തരവ്. പറയാനുള്ളത്, കോടതി മുമ്പാകെ ഹാജരാക്കിയ തെളിവുകൾ പ്രതികൾക്കെതിരെ കുറ്റം തെളിയിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ആ വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് പ്രോസിക്യൂഷൻ തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ ABP SFIക്കാരൊക്കെ കൂറുമാറി എന്നുള്ളൊരു പരാതി കൂടി ഉണ്ടായിരുന്നു. അതൊക്കെ കാരണമായിട്ടുണ്ടോ? അത് കുറച്ചൊക്കെ കാരണങ്ങളാണ്. വിധി ന്യായം കണ്ടതിന് ശേഷം, ജഡ്ജ്മെന്റ് കണ്ടതിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ പറയും. അങ്ങനെയൊന്നുമില്ല. തക്കതായ എല്ലാ തെളിവുകളും പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്ന് ഹാജരാക്കിയിട്ടുണ്ട്. കോടതി മറ്റെന്തെങ്കിലും കമന്റ് പറഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ ഒന്നും പറഞ്ഞിട്ടില്ല. ഇനി വിധിന്യായം ജഡ്ജ്മെന്റ് പൂർണ്ണമായി കണ്ടതിന് ശേഷം തീരുമാനിക്കുകയുള്ളൂ എന്താണെന്നുള്ളത്. അത് എപ്പോഴേ കാണാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. FIR പോലും വീക്കായിരുന്നു എന്നുള്ള ഒരു ആരോപണം ഉയരുന്നുണ്ട്. അതായിരുന്നു ഇതിലേക്ക്? അത് തെറ്റായ ഒരു ആരോപണമാണത്. FIR തക്കതായ തെളിവുകൾ തന്നെ, സാക്ഷികളും ഒക്കെ കോടതി മുമ്പാകെ തക്കതായ തെളിവുകളും മൊഴികളുമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പീൽ നൽകാനാണ് പ്രോസിക്യൂഷൻ നിർദ്ദേശിക്കുന്നത്. 2012 ജൂലൈ 16 സംഭവം. വിശാൽ കൊലപ്പെടുന്നത്. അതിൽ പ്രോസിക്യൂഷൻ നിരാശരാണ് വിധിയിൽ. ഈ പറയുന്ന മരണമൊഴി, കുത്തേറ്റ വിശാലിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി സുഹൃത്തിനോട് പറഞ്ഞ കാര്യങ്ങളടക്കം ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി വന്നതാണ്. പക്ഷേ കോടതി മാവേലിക്കര അഡീഷണൽ സെഷൻസ് ജഡ്ജ് പൂജ PP ആണ് വിധി പറഞ്ഞത്. അപ്പോൾ അത് മുഖവിലേക്ക് എടുത്തിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.